ഇന്ത്യക്കെതിരെ യുഎസ് ഏർപ്പെടുത്തിയ അധിക തീരുവയെ വിമർശിച്ച് മുൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജോൺ ബോൾട്ടന്റെ വീട്ടിൽ റെയ്ഡ്. യുഎസിൽ ആരെങ്കിലും ഇന്ത്യയെ പിന്തുണയ്ക്കുകയും ട്രംപിനെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചെയ്താൽ അവർക്കിട്ട് ഏത് തരത്തിലുള്ള പണിവെക്കാനും ട്രംപ് മടിക്കില്ല എന്നതിന്റെ മറ്റൊരു ഉദാഹരണമാണ് ഇത്. റഷ്യൻ എണ്ണ ഇന്ത്യ വാങ്ങുന്നതിനെ അനുകൂലിച്ച് പ്രസ്താവന നടത്തിയതിന്റെ തൊട്ടടുത്ത ദിവസമാണ് റെയ്ഡ് നടന്നത്. ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായിരുന്ന ജോൺ ബോൾട്ടന്റെ മേരിലാൻഡിലെ വീട്ടിലാണ് FBI തിരച്ചിൽ നടത്തിയത്. രഹസ്യ വിവരങ്ങൾ കൈകാര്യം ചെയ്തതുമായി ബന്ധപ്പെട്ട അന്വേഷണമാണെന്നാണ് വിവരങ്ങൾ വന്നത്. ബോൾട്ടനെ കസ്റ്റഡിയിലെടുത്തില്ല, കുറ്റം ചുമത്തിയിട്ടുമില്ല. 17 മാസം ട്രംപിന്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായിരുന്ന ബോൾട്ടൺ ഇറാൻ, അഫ്ഗാനിസ്ഥാൻ, ഉത്തര കൊറിയ വിഷയങ്ങളിൽ ട്രംപുമായി ഏറ്റുമുട്ടി. 2020 പുറത്തിറക്കിയ ദി റൂം വെയർ ഇറ്റ് ഹാപ്പൻഡ് എന്ന പുസ്തകത്തിൽ രഹസ്യ വിവരങ്ങൾ വെളിപ്പെടുത്തിയെന്ന് ആരോപിക്കപ്പെട്ട് അന്വേഷണത്തിന് വിധേയനായിരുന്നു. എന്നാൽ 2021 കേസിൽ നിന്ന് ഒഴിവാക്കി. പുസ്തകത്തിൽ ട്രംപിനെ ശക്തമായി വിമർശിച്ചിരുന്നു. ട്രംപ് വീണ്ടും ഭരണത്തിലെത്തിയപ്പോൾ ബോൾട്ടന്റെ സുരക്ഷ പിൻവലിച്ചു. 2022 മുതൽ വധഭീഷണി നേരിടുമ്പോഴാണിത്. ഇക്കാര്യത്തിൽ ട്രംപ് ഭരണകൂടത്തിൽ നിന്ന് ഇതുവരെ ഔദ്യോഗിക പ്രസ്താവനയൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും റെയ്ഡ് ആരംഭിച്ചതിന് പിന്നാലെ FBI ഡയറക്ടർ കാഷ് പട്ടേൽ ആരും നിയമത്തിന് അതീതരല്ല എന്ന് എക്സിൽ കുറിച്ചിട്ടുണ്ടെന്നും റെയ്ഡിനിടെ പോലും ജോൺ ബോൾട്ടൺ ട്രംപിനെ വിമർശിച്ച് എക്സിൽ രംഗത്തെത്തി. റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ട്രംപിന്റെ ഇടപെടൽ യാതൊരു പുരോഗതിയും കാണില്ലെന്ന് പറഞ്ഞ ബോൾട്ടൺ പ്രസിഡന്റിന്റെ സമാധാന നോബൽ ആഗ്രഹത്തെയും രൂക്ഷമായി വിമർശിച്ചു. യുക്രൈൻ റഷ്യ സാമ്രാജ്യത്തിലേക്ക് കൂട്ടിച്ചേർക്കുക എന്ന ലക്ഷ്യത്തിൽ നിന്ന് റഷ്യ പിന്നോട്ടു പോയിട്ടില്ല. യുക്രൈൻ കൈവശം വെച്ചിരിക്കുന്ന പ്രദേശവും ഡോണറ്റ്സ്കിന്റെ ബാക്കി ഭാഗങ്ങളും വിട്ടുകൊടുക്കണമെന്നാണ് റഷ്യയുടെ ആവശ്യം. സെലൻസ്കി ഒരിക്കലും ഈ നിബന്ധന അംഗീകരിക്കുമെന്ന് കരുതുന്നില്ല. അതേസമയം ട്രംപ് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ആഗ്രഹിക്കുന്നതിനാൽ കൂടിക്കാഴ്ചകൾ തുടരും. പക്ഷേ ഈ ചർച്ചകൾ ഒരു പുരോഗതിയും കാണിക്കുന്നില്ലെന്നും ബോൾട്ടൺ കുറിച്ചു. അതേസമയം ബോൾട്ടന്റെ വീട്ടിലും ഓഫീസിലും കൃത്യമായി ഏജന്റുമാർ പരിശോധന നടത്തിയത് എന്തുകൊണ്ടാണെന്ന് വ്യക്തമല്ല. എന്നാൽ രഹസ്യരേഖകളെ കുറിച്ചുള്ള അന്വേഷണവുമായി ഈ പരിശോധന ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് BBC-യുടെ US മീഡിയ പങ്കാളിയായ CBS പറയുന്നുണ്ട്. 2 സ്ഥലങ്ങളിൽ നിന്നും ഏജന്റുമാർ ഫയലുകളുടെ പെട്ടികളുമായി പോകുന്നത് കണ്ടു. FBI ഡയറക്ടർ കാഷ് പട്ടേൽ പോസ്റ്റ് ചെയ്തു. ആരും നിയമത്തിന് അതീതരല്ല. FBI ഏജന്റുമാർ ദൗത്യത്തിലാണെന്നും അറ്റോർണി ജനറൽ പാം ബോണ്ടി കൂട്ടിച്ചേർത്തു. നീതി പിന്തുടരുമ്പോൾ ബോൾട്ടനെ കുറിച്ച് ചോദിച്ചപ്പോൾ റെയ്ഡിനെ കുറിച്ച് തനിക്ക് അറിയില്ലായിരുന്നുവെന്നും ഇന്ന് രാവിലെയാണ് അത് അറിഞ്ഞതെന്നും ട്രംപ് വ്യക്തമാക്കി. ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ചിരുന്ന ബോൾട്ടൺ സമീപ വർഷങ്ങളിൽ പ്രസിഡന്റിന്റെയും അദ്ദേഹത്തിന്റെ നയങ്ങളുടെയും കടുത്ത വിമർശകനായി മാറിയിരിക്കുന്നു. ട്രംപിനെ വിമർശിച്ചതിന്റെ പേരിൽ ബോൾട്ടനെ അന്വേഷിക്കുന്നതില്ലെന്ന് വൈസ് പ്രസിഡന്റ് വാൻസ് പറഞ്ഞു. തിരയലുകൾ ആരംഭിച്ചതിന് ശേഷം ബോൾട്ടൺ പരസ്യമായ അഭിപ്രായങ്ങളൊന്നും നൽകിയിട്ടില്ല. ഇന്ന് നടന്ന തിരച്ചിലുകൾക്ക് ചില രാഷ്ട്രീയ പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ സ്വതന്ത്ര സെനറ്റർ ബെർണി സാൻഡേഴ്സും ഉൾപ്പെടുന്നു. ട്രംപിന്റെ സ്വേച്ഛാധിപത്യത്തിലേക്കുള്ള മുന്നേറ്റത്തിലെ മറ്റൊരു ചുവടുവയ്പ് എന്നാണ് അദ്ദേഹം ഇതിനെ വിശേഷിപ്പിച്ചത്. യഥാർത്ഥത്തിൽ ഇന്ത്യയോടുള്ള ട്രംപിന്റെ നിലപാടുകളിൽ US പല വക്താക്കളും വിയോജിപ്പാണ് പ്രകടിപ്പിക്കുന്നത്. സ്വന്തം രാജ്യത്തോട് പോലും നീതികേടുകൾ കാണിക്കുന്ന ട്രംപ് അധിക തീരുവയിലൂടെ ഇന്ത്യയിൽ നിന്നും പണി വാങ്ങാനുള്ള വഴികൾ ചോദിച്ചു വാങ്ങുകയാണ്. രാജ്യങ്ങൾ പലതും ഇന്ത്യക്ക് പിന്തുണ നൽകുന്നുണ്ട്. രാജ്യങ്ങൾക്കിടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വളർത്തിയെടുത്തിയ ബന്ധത്തിന്റെ ശക്തിയാണ് ഈ പിന്തുണ. അതുകൊണ്ട് തന്നെ ഭീഷണികൾക്ക് മുന്നിൽ തലകുനിക്കാൻ ഇന്ത്യക്കാവില്ല എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.